Hi guys, welcome back to my YouTube channel. സോ ഇന്നൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സിനിമയ്ക്ക് പോവുകയാണ്. സോ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് പോകുന്നത്. ബിക്കോസ് കഴിഞ്ഞ വർഷമല്ല, ഈ ഒരു വർഷം സ്റ്റാർട്ടിങ്, അതായത് 2026 സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് പോകുന്നത്. ബിക്കോസ് എനിക്ക് സർവ്വമായ ഇറങ്ങിയപ്പോൾ കാണാൻ പോകണം എന്നുണ്ടായിരുന്നു. ബട്ട് നാട്ടിൽ അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഫ്രീ ആയിട്ട് അന്നേരം ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും, ആരും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ഫ്രീ ആയിട്ടിരുന്ന ഒരു ദിവസം ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ പോയിക്കൂടെ, വൈ നോട്ട്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ബട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബോറടിക്കോ, ഫ്രണ്ട്സൊന്നും ഇല്ലാതെ സിനിമയ്ക്ക് എങ്ങനെ പോവുക ഒറ്റയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ബട്ട് ഞാൻ ആ തിയേറ്ററിൽ എത്തിയപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, ഒറ്റയ്ക്കിരുന്ന സിനിമ കാണുന്നത് വേറെ തന്നെ ഒരു വൈബാണ്. നമുക്ക് ബോറടിക്കൊന്നുമില്ല. അതായത് നമ്മളുടെ കമ്പനി നമ്മൾ തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്യും. അത് വേറൊരു വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ വൈബില്ല എന്നല്ല പറയണേ, അത് വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. സോ അങ്ങനെ ഞാൻ കണ്ട മൂവിയാണ് സർവ്വമായം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈവൻ ഒരു ചായ കുടിക്കാനായാലും, ഒരു ഷോപ്പിങ്ങിനായാലും, ഹെയർ കട്ട് ചെയ്യാനായാലും ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകും. ബിക്കോസ് അത് നേരത്തെ ഒറ്റയ്ക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഈ മൂവിയൊക്കെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വൈബ് കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര താല്പര്യമായി. അങ്ങനെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട മൂവി ഒറ്റയ്ക്ക് പോയിട്ട് ദുരന്തറായിരുന്നു. ദുരന്തർ 4 മണിക്കൂറുള്ള മൂവിയാണ്, എല്ലാവർക്കും അറിയാം. സോ അന്ന് ഞാൻ വിചാരിച്ചു 4 hours ബോറടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ ലേറ്റായിട്ടാണ് തിയേറ്ററിൽ തന്നെ എത്തിയത്. ബട്ട് 4 മണിക്കൂർ മൂവിയും അടിപൊളിയായിട്ട് കണ്ടു. അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇന്ന് ഞാൻ ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദൃശ്യം 3 ഇറങ്ങിയിട്ട് കുറേ നാളായി, എനിക്ക് കാണാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഫൈനലി ഈ ഒരു ടോപ്പാണ് ഇടാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ദ പാൻറ്. അപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ട് കാണാം. ഓൾ സെറ്റ് റെഡിയായി. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ടോപ്പ് ഇടാൻ കാരണം, എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നൊരു ടോപ്പാണിത്. ബിക്കോസ് ദ ക്ലോത്ത്സ് ഇൻ മൈ കബോർഡ് ആർ നോട്ട് ഓൾവേസ് പ്രോപ്പർലി ഓർഗനൈസ്ഡ്. അതുകൊണ്ട് തന്നെ അയൺ ചെയ്യാതെ ഒരു തുണിയും ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ല. സോ ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചുളിയുന്നൊരു മെറ്റീരിയൽ അല്ല. ആൻഡ് ഞാനൊരു 5 മിനിറ്റ് കൊണ്ടാണ് ഒരുങ്ങിയത്. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് എടുക്കാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. ബിക്കോസ് എനിക്ക് ബാങ്കിൽ കൂടെ കയറിയിട്ട് വേണം മൂവിക്ക് ടൈമിന് എത്താൻ വേണ്ടിയിട്ട്. 11:30 മൂവിക്കാണ് ഞാൻ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. ബാങ്കിൽ നിന്ന് കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റിയതുകൊണ്ട് ഞാനിപ്പോൾ തിയേറ്ററിലെത്തി. ഒരു 5 മിനിറ്റ്സ് കൂടി ബാക്കിയുണ്ട്. സോ ഞാനിപ്പോൾ ആശീർവാദിൻ്റെ തിയേറ്ററിലാണ് മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂവി കണ്ടിട്ട് ബാക്കി. അങ്ങനെ മൂവിയൊക്കെ കണ്ടു. മൂവി ഒരു 3/4 ഭാഗമായപ്പോഴത്തേനും ഐ വാസ് റിയലി ഹംഗ്രി. സോ അവിടുന്ന് ഡയറക്റ്റ്ലി ഞാനൊരു ഷോപ്പിൽ കയറി മന്തി വാങ്ങിയാണ് വീട്ടിലെത്തിയത്. വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, മന്തി അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ മന്തി ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയതുകൊണ്ട് ഒരു ലൈം ജ്യൂസ് കൂടി കുടിച്ചു.
അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം ഈവനിങ് ആയി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഒരു കോഫി കുടിച്ചാലോ, ബിക്കോസ് ഞാൻ എന്നും കോഫി കുടിക്കുന്ന അല്ലെങ്കിൽ എന്നും ടീ കുടിക്കുന്ന ഒരാളല്ല. അപ്പം ഇന്ന് എനിക്ക് മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോഫി കുടിച്ചാലോ എന്നിങ്ങനെ ഒരു ക്രേവിങ്സ് വന്നു. സോ ഞാനൊരു കോഫി ഇടാമെന്ന് വിചാരിച്ചു. ടീ എനിക്ക് ഇഷ്ടമേ അല്ല, കോഫിയാണ് പിന്നെ ഞാൻ കുടിക്കുന്നത്. ടീയും കോഫിയൊക്കെ കുടിക്കുന്നത് ഇങ്ങനെ നിർത്തിയിട്ടൊരു 5-6 മാസമായി. ഇപ്പം ഞാൻ റെയർലി വീക്ക്ലി വൺസൊക്കെ ഞാൻ കോഫി യൂസ് ചെയ്യാറ് കുടിക്കാറുള്ളൂ. ടീ ഞാൻ കുടിക്കാറേ ഇല്ല, കുടിച്ചിട്ട് കുറേ നാളായി. അപ്പം ഞാനൊരു കോഫി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം കോഫി ഇട്ട് തരാൻ അമ്മ ഇവിടെ ഇല്ല, അപ്പം ഞാൻ തന്നെ ഇടണം. അപ്പം ഞാൻ കോഫി ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു കപ്പിൽ ഞാൻ കുടിക്കാറുള്ളൂ. സോ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഞാൻ കുടിക്കാറ്. അപ്പം ഇത്രയും മതിയല്ലോ, വെള്ളം എടുത്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ കപ്പിൽ തന്നെ അളവെടുത്തത്. എനിക്ക് പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള കോഫി ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. അപ്പം ഞാൻ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി കോഫി ഇട്ടു. കോഫി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഞാൻ അരയ്ക്കാൻ മറന്നുപോയി. നൈസ്. ഞാൻ വിചാരിച്ച പോലെ അല്ല, കുഴപ്പമില്ലാത്ത കോഫിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒറ്റയ്ക്ക് ഒന്ന് മൂവിക്കൊക്കെ പോയി നോക്കുക. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എല്ലാവർക്കും എൻ്റെ അഭിപ്രായം ആയിരിക്കണം എന്നില്ല. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.